ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഹാൻഡ്സ് വേൾഡ്. അപ്പോൾ ഹാൻഡ്സ് വേൾഡിൽ നിന്നൊരു ഐ മേക്കപ്പ് ലുക്കാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ഇവിടെ ഐടെക്സ് ഡാസ്ലറിൻ്റെ ഐബ്രോ പെൻസിലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഐബ്രോ പെൻസിൽ വെച്ച് ഐബ്രോസിനെ ഒന്ന് ഷാർപ്പാക്കി കൊടുക്കുകയാണ്. കാരണം സ്മോക്കി ഐ എഫക്റ്റാണ് ക്രിയേറ്റ് ചെയ്യാൻ നോക്കുന്നത്. അപ്പോൾ ഐബ്രോസ് ഷാർപ്പായിരിക്കണമല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഐബ്രോസിനെ ഷാർപ്പാക്കി കൊടുക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ കയ്യിലുള്ള പ്രോഡക്ട്സ്, സിമ്പിൾ പ്രോഡക്ട്സ് യൂസ് ചെയ്തും നമ്മുടെ കയ്യിലുള്ള മേക്കപ്പ് പ്രോഡക്ട്സ് യൂസ് ചെയ്തും എങ്ങനെ നമുക്ക് ഒരു സ്മോക്കി ഐ ക്രിയേറ്റ് ചെയ്യാമെന്നാണ് ഞാനിവിടെ കാണിച്ചിരുന്നത്. അപ്പോൾ ഒരു ഐ സിമ്പിൾ പ്രോഡക്ട്സ് യൂസ് ചെയ്ത് ഒരു ഐ മേക്കപ്പ് പ്രോഡക്ട്സ് യൂസ് ചെയ്തും നമുക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ എങ്ങനെ എത്രമാത്രം നന്നായിട്ട് വരുമെന്ന് അറിയില്ല, എന്നാലും നമ്മൾ ജസ്റ്റ് ഒരു ട്രൈ ഒന്ന് ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ സ്മോക്കി ഐ എഫക്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് അറിയാം, നമ്മൾ നയൻതാര ഇൻസ്പയർ ഒക്കെ ഒരുപാട് കണ്ടിട്ടുണ്ട്. അപ്പോൾ അന്നേരം ഐബ്രോസിനെയും കൂടി ഷാർപ്പാക്കിക്കൊണ്ടാണ് സ്മോക്കി ഐ എഫക്റ്റ് നയൻതാരയുടെ ഫേസിൽ വരുന്നത്. അപ്പോൾ നമ്മൾ അതുപോലെ എന്നല്ല, അതേപോലെ സ്മോക്കി ഐ ആണ് ഇവിടെ ക്രിയേറ്റ് ചെയ്യാൻ നോക്കുന്നത്. അപ്പോൾ അതെങ്ങനെ വരുമെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് തന്നെ ഇവിടെ ഐബ്രോസ് നല്ല ഷാർപ്പാക്കി കൊടുക്കുന്നുണ്ട്. അങ്ങനെ എൻ്റെ കയ്യിലൊരു ബ്രൗൺ ഷെയ്ഡായിരുന്നു ഉണ്ടായിരുന്നത്. ബ്രൗൺ ഷെയ്ഡ് യൂസ് ചെയ്തിട്ട് ഐബ്രോസിനെ നന്നായി ഷാർപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. കാരണം സ്മോക്കി ആയി വരുമ്പോൾ ഐബ്രോസ് ഷാർപ്പായിരിക്കുന്നത് ഒരു ഭംഗിയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു അപ്പോൾ അങ്ങനെ ചെയ്യാം. നയൻതാര ഇൻസ്പയർ ചെയ്തിട്ട് അതുകൂടി വെച്ചിട്ട് ഒരു സ്മോക്കി ആയി ക്രിയേറ്റ് ചെയ്യാമെന്നാണ് കരുതുന്നത്. എത്രമാത്രം നന്നായിട്ട് വരുമെന്ന് അറിയില്ല. അതുപോലെ തന്നെ പ്രോഡക്ട്സ് ഒരുപാട് യൂസ് ചെയ്തിട്ടല്ലല്ലോ, നമ്മുടെ കയ്യിലുള്ള സിമ്പിൾ പ്രോഡക്ട്സും യൂസ് ചെയ്തിട്ടും മേക്കപ്പ് പ്രോഡക്ട്സ് യൂസ് ചെയ്ത് രണ്ട് രീതിയിൽ ഞാൻ ചെയ്യാനിവിടെ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് കണ്ടു നോക്കാം. അപ്പോൾ പിന്നെ ഞാൻ എൻ്റെ കയ്യിലുള്ള ഒരു ഫൗണ്ടേഷൻ എൻ്റെ ഫേസിൻ്റെ ഒരു ഭാഗത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഞാൻ ഒരു ബ്രഷ് ഉപയോഗിച്ച് നന്നായിട്ട് ഫേസ് ഫുള്ളായിട്ട് ആ ഫൗണ്ടേഷൻ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എൻ്റെ സ്കിൻ ടോണിൽ കണ്ണിൻ്റെ പുറത്ത് വേറൊരു ഷെയ്ഡായിരുന്നു. അപ്പോൾ ഈ ഫൗണ്ടേഷൻ ഇടുമ്പോൾ കുറച്ച് ആവടം ക്ലിയർ ആകും. അതാണ് ഈ ഒരു ഫൗണ്ടേഷൻ യൂസ് ചെയ്ത് ഞാൻ ഈ ഒരു സ്റ്റെപ്പ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഫൗണ്ടേഷൻ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കണ്ണിൻ്റെ, അപ്പോൾ അതാ എൻ്റെ ഫേസിൻ്റെ ഒരു ഭാഗം മുഴുവൻ നന്നായിട്ട് ആ ഫൗണ്ടേഷൻ ബ്ലെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഐ മേക്കപ്പിലേക്ക് കിടക്കാം. അടുത്തതായിട്ട് കണ്ണിൻ്റെ അടിഭാഗത്ത് കൺസീലർ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കണ്ണൊന്ന് എടുത്ത് നിൽക്കാനും അടിഭാഗത്തെ ആ ഒരു ക്ഷീണം പോലുള്ള ആ ഒരു ഇത് മാറിയിട്ട് കണ്ണിന് അവിടുത്തെ ഡിസ്കളറേഷനൊക്കെ മാറാൻ വേണ്ടിയിട്ടാണ് കൺസീലർ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ അവിടെ കൺസീലർ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു മേക്കപ്പ് ചെയ്യുമ്പോൾ അതിനൊരു ഫിനിഷിങ് വരാൻ വേണ്ടിയാണ് കൺസീലർ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പം തന്നെ എൻ്റെ രണ്ട് കണ്ണും വ്യത്യാസപ്പെട്ടിരിക്കും, നിങ്ങൾക്ക് കാണാം. ഒരു സൈഡിൽ മേക്കപ്പ് ഉണ്ട്, ഒരു സൈഡിൽ എന്നാൽ മേക്കപ്പ് ഇല്ല. അപ്പോൾ നമുക്ക് അടുത്തതായിട്ട് നമുക്ക് ഐ ഷാഡോ ആണ് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാൻ എൻ്റെ അടുത്തൊരു ഐ ഷാഡോ പാലറ്റ് ഉണ്ട്. അപ്പോൾ അതിൽ നിന്ന് സ്യൂട്ടായിട്ടുള്ള കളറും നമ്മൾ ഇട്ട് കൊടുക്കണം. അപ്പോൾ സ്മോക്കി ഐ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഒരു ഡാർക്ക് ഷെയ്ഡായിരിക്കും ഞാൻ തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ ഞാനൊരു ഡാർക്ക് ബ്രൗൺ കളർ ഷെയ്ഡാണ് എൻ്റെ കണ്ണിൻ്റെ പുറത്ത് ഇട്ട് കൊടുക്കാൻ പോകുന്നത്. ഞാൻ ഐ ഷാഡോ എൻ്റെ കണ്ണിൻ്റെ പുറത്ത് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ആ ഒരു ഡാർക്ക് ഷെയ്ഡാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അത് ഇട്ട് കൊടുക്കുകയാണ് കണ്ണിൻ്റെ പുറത്ത് അത് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ എപ്പോഴും സ്മോക്കി ആയി വരുമ്പോൾ ഡാർക്ക് ഷെയ്ഡ് ഇട്ടിട്ടാണല്ലോ സ്മോക്കി ഐസ് നമ്മൾ കാണാറുള്ളൂ. അപ്പോൾ അത് ക്രിയേറ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഒരു ബ്രൗൺ ഷെയ്ഡാണ് കൊടുക്കുന്നത്. പക്ഷേ എൻ്റെ സ്കിന്നിൽ കണ്ണിൻ്റെ പുറത്തിട്ടപ്പോൾ അതിൻ്റെ ഷെയ്ഡ് വേറേതായിട്ട് കാണിക്കുന്നു. ഞാൻ ഒരു ഡാർക്ക് ബ്രൗൺ ഷെയ്ഡാണ് ഞാൻ ഇട്ടത്. അപ്പോൾ ഞാൻ ഉദ്ദേശിച്ച കളർ ഉണ്ടോ ഞാൻ ഇപ്പോഴത്തെ കാണിച്ചു തരാം. പക്ഷേ അത് ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് അതിൻ്റെ ഷെയ്ഡ് മാറിയിട്ട് വേറൊരു ഷെയ്ഡായിട്ടാണ് കാണുന്നത്. ക്യാമറയിലായതുകൊണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല. അങ്ങനെ പക്ഷേ അതായിരുന്നു അതിനകത്തെ ഡാർക്ക് ഷെയ്ഡ്. അപ്പം ഞാനത് ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്ക് മസ്കാര ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ മസ്കാര ഐലാഷസിലെല്ലാം മസ്കാര ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് നമ്മുടെ കണ്ണിനെ വിടർന്നിരിക്കാനും ഐലാഷസിനെ ഒന്ന് തിക്കാക്കി കാണിക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഞാൻ ഐലാഷസിൽ മസ്കാര അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. മസ്കാര അപ്ലൈ ചെയ്ത് കൊടുത്ത് ഇനി വേണ്ടത് നോർമൽ കാജലാണ്. കാജൽ എഴുതി കൊടുക്കണം. അപ്പോൾ ഇതിന് പകരം നമുക്ക് കെലോസൽ കാജലിൻ്റെ പെൻസിലുണ്ടല്ലോ, അത് യൂസ് ചെയ്യാം. അത് അടിപൊളിയാണ്. അപ്പോൾ ഞാനിവിടെ നോർമൽ കാജൽ യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു ഐ ലുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്.
അപ്പം ഞാൻ കാജൽ യൂസ് ചെയ്തിട്ട് കണ്ണിൻ്റെ സൈഡ് ഭാഗം, അതായത് സൈഡ് ഭാഗം ഞാനൊന്ന് ഡാർക്കാക്കി കൊടുക്കുന്നുണ്ട്. കാരണം എപ്പോഴും ആ ഒരു എഡ്ജസൊക്കെ വരുമ്പോൾ നല്ല ഡാർക്കായിട്ട് ആണല്ലോ സ്മോക്കി ഐക്ക് വരുന്നത്. അപ്പോൾ ഞാൻ ആ ഒരു ഭാഗം ഡാർക്കാക്കി കൊടുക്കുന്നത്. പിന്നെ ഈ ഐ ഷാഡോയുടെ താഴെ കൺപീലിയുടെ അവിടെയും കുറച്ച് കാജൽ അപ്ലൈ ചെയ്തിട്ട് അതൊന്ന് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിതിന് പകരം ഡാർക്ക് കളർ, ബ്ലാക്ക് കളർ ഐ ഷാഡോയോ അല്ലെങ്കിൽ കലോസിൽ കാജലോ യൂസ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ നമ്മുടെ നോർമൽ കാജൽ വെച്ചിട്ട് ഞാൻ ബ്ലെൻഡ് ചെയ്ത് ആ കണ്ണിനെ മറ്റേ സ്മോക്കി ആയ എഫക്റ്റിലോട്ട് കൊണ്ടുവരുവാണ്. ഫൈനലി ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഒന്നും കൂടി മസ്കാര അപ്ലൈ ചെയ്ത് കൊടുത്തു. അങ്ങനെ ഒരു കണ്ണിൽ മേക്കപ്പോടെ ഞാൻ സ്മോക്കി ഐ ചെയ്തതാണ്. അപ്പോൾ ഈ ഒരു ലുക്കിലാണ് വന്നിരിക്കുന്നത്. ഇനി നമുക്ക് രണ്ടാമത്തെ കണ്ണ് ചെയ്ത് കൊടുക്കുക. അത് ഞാൻ സിമ്പിളായിട്ടൊരു ഐബ്രോ പെൻസിലാണ് എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിലുള്ള ഏതെങ്കിലും ഒരു ഐബ്രോ പെൻസിൽ എടുക്കാവുന്നതാണ്. എന്നിട്ട് ഈ ഐബ്രോ പെൻസിൽ യൂസ് ചെയ്തിട്ട് ആ ഐബ്രോസിനെ ആദ്യം തന്നെ ഒന്ന് ഡാർക്കാക്കി കൊടുക്കുന്നുണ്ട്. ഐബ്രോസിനെ മറ്റേ ഐബ്രോ പോലെ തന്നെ ഈ ഐബ്രോയും ഞാൻ നല്ല ഡാർക്കാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പ്രോഡക്റ്റ് യൂസ് ചെയ്യുമ്പോൾ സിമിലർ പ്രോഡക്റ്റ് തന്നെ വ്യത്യസ്തമായിട്ട് യൂസ് ചെയ്യും. കാരണം നമുക്ക് രണ്ട് രീതിയിൽ ഈ ലുക്ക് ക്രിയേറ്റ് ചെയ്യണമല്ലോ. അപ്പോൾ അതിന് പകരം നമ്മുടെ കയ്യിൽ അഫോർഡബിൾ ആയിട്ടുള്ള ഏത് പ്രൊഡക്റ്റാണുള്ളത് അത് യൂസ് ചെയ്തിട്ട് ഇപ്പുറത്ത് ഞാനൊരു സ്മോക്കി ആയി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഞാൻ ഐബ്രോസ് ഉപയോഗിച്ച് എൻ്റെ ഐബ്രോസിനെ നന്നായിട്ട് ഫില്ല് ചെയ്ത് കൊടുത്തു. ഐബ്രോ പെൻസിൽ ഉപയോഗിച്ച് ഐബ്രോസിനെ നന്നായിട്ട് ഫില്ല് ചെയ്ത് കൊടുത്തു. നിങ്ങൾ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അഹാൻസ് വേൾഡ് എന്നാണ് ചാനലിൻ്റെ പേര്. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിടുക. അപ്പോൾ ഇതിനകത്ത് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതുപോലെ നിങ്ങളുടെ സജഷൻസ്, ഫീഡ്ബാക്കൊക്കെ ഒന്ന് പറയുക. അപ്പോൾ ഈ ഒരു ഐബ്രോ ഞാൻ ഓൾമോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഐ മേക്കപ്പിലോട്ട് പോകും. അപ്പോൾ ഐ മേക്കപ്പിലോട്ട് പോകുമ്പോൾ സിമ്പിൾ പ്രൊഡക്ട്സ്, അതിന് പകരം നമ്മുടെ കയ്യിൽ ഒരു ഐ ഷാഡോ പാലറ്റ് പെട്ടെന്ന് എടുക്കാനില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും എന്നാണ് ഞാനിവിടെ മേക്കപ്പിൽ ചെയ്ത് കാണിക്കുന്നത്. നമുക്ക് സിമ്പിളായിട്ട് ഈ ഐബ്രോ പെൻസിൽ തന്നെ യൂസ് ചെയ്ത് കണ്ണിൻ്റെ മുകളിൽ ഐ ഷാഡോ അപ്ലൈ ചെയ്യുന്ന പോലെ തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ പൊതുവേ നമ്മൾ സ്മോക്കി ഐ എഫക്റ്റ് ചെയ്യുമ്പോഴെല്ലാം നമ്മൾ ഡാർക്ക് ഷെയ്ഡാണല്ലോ കണ്ണിൻ്റെ മുകളിൽ വരുന്നത്. അപ്പോൾ ഇതുപോലൊരു ഐബ്രോ പെൻസിൽ ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ടൊരു സ്മോക്കി ആയി ക്രിയേറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാൻ എൻ്റെ കണ്ണിൻ്റെ പുറത്തൊക്കെ ഐബ്രോ പെൻസിൽ യൂസ് ചെയ്തിട്ട് ഒന്ന് ഡാർക്കാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ സ്മോക്കി ആയി വരുമ്പോൾ എപ്പോഴും ആ ഒരു നോട്ടം വരുമ്പോൾ തന്നെ ഈ സൈഡിലൊക്കെ നമ്മൾ ഐ ഷാഡോയാണ് നന്നായിട്ട് ഐ ഷാഡോ, ആ ഐബ്രോസ്, അതുപോലെ തന്നെ ഐ ഷാഡോ ഇട്ടേക്കുന്ന ഐ ഷാഡോയുടെ കളറൊക്കെ ഇങ്ങനെ ഭയങ്കരമായിട്ട് എറിച്ച് നിൽക്കും. അപ്പോൾ ആ ഒരു ഇതാണ് ഞാനിവിടെ കൊണ്ടുവരാൻ നോക്കുന്നത്. അപ്പോൾ സ്മോക്കി ആകുമ്പോൾ അങ്ങനെയാണല്ലോ. ഐബ്രോസ് ആണെങ്കിലും ആ ഇട്ടിരിക്കുന്ന ഐ ഷാഡോ ആണെങ്കിലും നന്നായിട്ട് എടുത്ത് നിൽക്കുന്നതാകണം. അപ്പോൾ ആ ഒരു രീതിയിൽ ഞാൻ എൻ്റെ കണ്ണിൽ ആ ഒരു മേക്കപ്പാണ് ഞാനിവിടെ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്. എന്നിട്ട് അപ്പോൾ ഞാൻ എൻ്റെ കണ്ണിൽ ഐ ഷാഡോയ്ക്ക് പകരം ഐബ്രോ പെൻസിൽ യൂസ് ചെയ്ത് ഐ ഷാഡോ പോലെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ട കാജലാണ്. കാജൽ യൂസ് ചെയ്തിട്ട് കണ്ണിൻ്റെ അടിഭാഗം ഒന്ന് എഴുതി കൊടുക്കുന്നുണ്ട്, സൈഡ് ഭാഗം ഒന്ന് ഡാർക്കാക്കി കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഐ ഷാഡോയുടെ തൊട്ട് താഴെയായിട്ട് ഞാൻ കാജൽ അപ്ലൈ ചെയ്ത് ഒന്ന് ഡാർക്കാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഈ കുറച്ച് പ്രോഡക്റ്റ് ഉണ്ടെങ്കിൽ തന്നെ ഈ ലുക്ക് ക്രിയേറ്റ് ചെയ്യാനേ ഉള്ളൂ. അപ്പോൾ ഇതാ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും ഞാനിവിടെ ഐ മേക്കപ്പ് രണ്ട് രീതിയിൽ ചെയ്ത് രണ്ട് ടൈപ്പ് സ്മോക്കി ഐ ആയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് പക്ഷേ പേഴ്സണലി ഞാൻ രണ്ടാമത്തെ ഐ മേക്കപ്പാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. കാരണം അതിന് കുറച്ച് പ്രൊഡക്ട്സ് മതിയെങ്കിലും കറക്റ്റ് ആ ഒരു ഫിനിഷിങ് ലുക്ക് കിട്ടുന്നത് ഞാൻ രണ്ടാമത് മേക്കപ്പ് ലുക്ക് തന്നെയാണ്. അങ്ങനെ ഞാനിപ്പോൾ മേക്കപ്പ് പ്രോഡക്ട്സ് യൂസ് ചെയ്തും യൂസ് ചെയ്യാതെയും ഞാൻ എന്നുവെച്ചാൽ കുറച്ച് പ്രോഡക്ട്സ് യൂസ് ചെയ്ത് ഞാൻ എൻ്റെ ജസ്റ്റ് ഒന്ന് ചെയ്ത് കാണിച്ചാണ്. അപ്പോൾ ഇങ്ങനെ രണ്ട് സ്മോക്കി ഐ എഫക്റ്റ് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് മസ്കാര അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോഴാണ് ആ ഒരു ലുക്ക് കംപ്ലീറ്റ് ആവുന്നത്. മസ്കാരയ്ക്ക് പകരം നമുക്ക് ഐലൈനർ യൂസ് ചെയ്തിട്ട് നമുക്ക് മസ്കാര പോലെ തന്നെ തൽക്കാലം ഇപ്പോൾ നമ്മുടെ കയ്യിൽ മസ്കാര ഇല്ലെങ്കിൽ നമുക്ക് ഐലൈനർ യൂസ് ചെയ്ത് ഐലാഷസിനെ സെറ്റ് ചെയ്യാവുന്നതാണ്.
അഫോർഡബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെന്താ, ഞാനൊരു പൊട്ടും കൂടി വെച്ച് കൊടുക്കുകയാണ്. ഈ ലുക്കിനൊന്ന് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പൊട്ടും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ പൊട്ടും കൂടി വെച്ച് കൊടുത്തു. ഇങ്ങനെയാണ് സ്മോക്കി ഐ എഫക്റ്റ് വന്നിരിക്കുന്നത്. സിമ്പിളായിട്ട് എനിക്കറിയാവുന്നുള്ളൊരു മേക്കപ്പ് ലുക്ക് നിങ്ങളെല്ലാവരെയും കാണിച്ചു തന്നതാണ്. അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് വരുന്ന ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരികയുള്ളൂ. അപ്പോൾ തുടർന്ന് നിങ്ങൾ വീഡിയോസ് കണ്ട് നിങ്ങളുടെ ലൈക്സ്, ഷെയർ, കമൻറ്റൊക്കെ തരിക. അപ്പോൾ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.